Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഓറഞ്ച് ജ്യൂസ് ആണ്. അപ്പോൾ ഇതിപ്പോൾ വേനൽക്കാലമൊക്കെ അല്ലേ, ഇപ്പോൾ അതുപോലെ നമുക്കിപ്പോൾ ഓറഞ്ചൊക്കെ ഒത്തിരി അവൈലബിൾ ആയി ഈ സീസണിൽ. ഇപ്പോൾ നമുക്കിതുപോലെ ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഞാൻ ഇതിനായിട്ട് ഒരു 5 ഓറഞ്ച് എടുത്തേക്കുന്നത്. കുറച്ച് പഞ്ചസാര വേണം, ഐസ് ക്യൂബ്സ് വേണം, കുറച്ച് തണുത്ത വെള്ളം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ നമുക്ക് ഈ ഓറഞ്ച് ഒന്ന് പൊളിച്ചെടുക്കാം. ഈ ഓറഞ്ച് ഇങ്ങനെ പൊളിക്കുമ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഓറഞ്ച് എന്നിട്ട് ഇതിലെ ഈ നാര് പോലത്തെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ വെളുത്ത അതൊക്കെ നന്നായിട്ട് എടുത്ത് കളയണം. അതൊക്കെ ഇങ്ങനെ കയ്പ്പ് രസം വരുന്ന ഭാഗം അതൊക്കെ. ഇത് കണക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് കുരു ഉണ്ടെങ്കിൽ ആ കുരുവൊക്കെ എടുത്ത് മാറ്റണം. അപ്പം നമ്മൾ ഈ തൊലി കളയേണ്ട ആവശ്യമില്ല. ഈ തൊലി ഉണ്ടല്ലോ നമുക്ക് ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചാൽ മുഖത്തൊക്കെ മാസ്കായിട്ട് ഇടാൻ നല്ലതാണ്. അപ്പം നല്ല ഗ്ലോ ഒക്കെ വരാൻ വേണ്ടിയിട്ട് നല്ല സാധനമാണ് കേട്ടോ ഇത് ഓറഞ്ചിൻ്റെ തൊലി. അപ്പോൾ ഇത് കണക്കെ എല്ലാ ഓറഞ്ചും ഒന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ വെളുത്ത ഈ പൊളിക്കുമ്പോൾ ഇങ്ങനെ ഈ നാര് പോലത്തെ ഭാഗങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ എടുത്ത് കളയണം. അത് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അത് കയ്പ്പ് രസം ഉണ്ടാവും അതിന്. ഇതെല്ലാം ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുരുവെല്ലാം മാറ്റിയിട്ട് നമുക്ക് മിക്സിയുടെ ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ആ കുരു കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇതിന് ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ ഇതിൻ്റെ കുരു ഈ സെൻറ്റർ പോർഷനിലായിരിക്കും. അപ്പോൾ അതിങ്ങനെ മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുരു കിട്ടും. അതങ്ങ് എടുത്ത് മാറ്റിയേക്കാം. ഇതുപോലെ കളഞ്ഞിട്ട് മിക്സിയുടെ ബൗളിലേക്ക് മാറ്റാം. കൂടാതെ ഞാനൊരു വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ 2-3 അല്ലി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ അല്ലി ഇങ്ങനെ പൊളിച്ചെടുക്കുക. ഇതുപോലെ ഇത് കണക്കെ പൊളിച്ചെടുക്കാം. ഇത് കണക്കെ പൊളിച്ചെടുക്കാം. അതിങ്ങനെ തൊലിയെല്ലാം കളഞ്ഞിട്ടെ. അപ്പോൾ അതങ്ങനെ കിടക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അതിന്. ഇതിപ്പോൾ കുരുവെല്ലാം കളഞ്ഞ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഓറഞ്ചിൻ്റെ പീസ് എടുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ ആ അല്ലി പോലത്തെ ഭാഗം ഉണ്ടല്ലോ അത് ഇങ്ങനെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് മധുരം ചേർക്കാം. അപ്പോൾ ഇത് അധികം മധുരമില്ലാത്ത ഓറഞ്ചാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണേ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, പഞ്ചസാര നിർബന്ധമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് 1/4 കപ്പ് ഐസ് വാട്ടറാണ് ഒഴിക്കുന്നത്. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓറഞ്ചിൻ്റെ തൊലി എടുക്കുക. എന്നിട്ട് ഇതുപോലെ പീലറോ അല്ലെങ്കിൽ കത്തി ഉണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ തൊലി കുറച്ചിങ്ങനെ ചെത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആ ഓറഞ്ചിൻ്റെ അടിവശത്ത് ആ ഒരു വെള്ള പോർഷൻ ഉണ്ടല്ലോ അത് ഇതിൻ്റെ അകത്തേക്ക് വരരുത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഓറഞ്ച് ജ്യൂസിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇത് ഒക്കെ ആ അടിയിലത്തെ ആ വെള്ള ഭാഗം വരാൻ പാടില്ല, തൊലി മാത്രമേ വരാൻ പാടുള്ളൂ. ഇതുപോലെ ഒരുപാടൊന്നും ഇടുന്നത് വേണ്ട, കുറച്ച് മതി. അപ്പം നമുക്കൊരു ആ ഫ്ലേവർ കിട്ടാൻ മാത്രം മതി. അപ്പം നല്ല കത്തിയൊക്കെ ഉണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് ഇങ്ങനെ ചീന്തി എടുത്ത് വെച്ചാൽ മതി. ഇതുപോലെ
അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 3 കഷ്ണം ഇട്ടിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ അകത്ത്, ഒരുപാടൊന്നും ഇട്ടിട്ടില്ല. ഇനി ഇതൊന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഐസ് വാട്ടറാണ് ഒഴിച്ചത്. ഐസ് വാട്ടറിൻ്റെ പകരം ഐസാണ് ഇടേണ്ടതെന്നുണ്ടെങ്കിൽ ഐസ് ഇട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചിട്ട് വരട്ടെ. ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിന്ന് അരിച്ചെടുക്കാം. അരിപ്പ് വെച്ചിട്ട് ഇത് കണക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഇന്നിങ്ങനെ അരിപ്പേ കൂടെ പോണില്ലെങ്കിൽ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ആക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഗ്ലാസ്സിലേക്ക് മാറ്റുമ്പോൾ ആദ്യമേ ഐസ് ഇട്ട് കൊടുക്കാം. ഇത് കണക്ക് ഐസ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന ആ ഓറഞ്ചിൻ്റെ അല്ലികളില്ലേ, അതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണക്ക് എന്നിട്ടിനി ഈ ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ഓറഞ്ചിൻ്റെ അല്ലി സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇത് കണക്ക് ഇതിപ്പോൾ ഒരു വലിയ ഗ്ലാസ് ജാറാണിത്. ഇപ്പോൾ ഇപ്പം ഞാൻ ആ അടിച്ച ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഒരു വലിയ ഗ്ലാസ്സിലുമുണ്ട്, പിന്നെ കുറച്ച് പാത്രത്തിലും കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് ഓറഞ്ചിൻ്റെ അല്ലികൾ ഇട്ട് കൊടുത്തില്ലേ, അതെന്താ അങ്ങനെ ഇട്ടതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഗൾഫിലൊക്കെ ഒരു റാണി എന്ന് പറഞ്ഞിട്ടൊരു ഓറഞ്ച് ജ്യൂസ് മേടിക്കാൻ കിട്ടും. അതൊരു ക്യാനിലാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഓറഞ്ചിൻ്റെ പീസസ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഓറഞ്ച് പീസസ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് കുടിക്കുമ്പോൾ അതിങ്ങനെ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അതിന്. ഈ ഓറഞ്ച് ജ്യൂസ് നമുക്ക് ഒരുപാട് നല്ലതാണ്. നമുക്ക് ഇതിനകത്ത് ഒരുപാട് വൈറ്റമിൻ സി ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പനിയൊക്കെ വരുമ്പോൾ ഇത് പനിയൊക്കെ വരുമ്പോൾ കുടിക്കാൻ നല്ലതാണ്. അപ്പോൾ പനി വരുമ്പോൾ ഐസ് വാട്ടറും ഐസൊന്നും ചേർക്കരുത്, നോർമൽ വെള്ളത്തിൽ വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. പിന്നെ എന്നാ പറയുക, ഇപ്പോൾ വേനൽക്കാലമല്ലേ, അപ്പോൾ നമ്മൾ ഇമ്മ്യൂണിറ്റിയൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ ഒത്തിരി നല്ലതാണ് ഇത്. പ്രഗ്നൻറ്റ് ലേഡീസൊക്കെ കഴിക്കുന്നത് ഓറഞ്ച് ജ്യൂസ് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവർക്കുണ്ടാകുന്ന കുട്ടികളൊക്കെ നല്ല വെളുക്കാനൊക്കെ നല്ലതെന്നൊക്കെയാണ് പറയണത്. എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ ജ്യൂസ് കഴിക്കുന്നത് നമുക്ക് സ്കിന്നിനൊക്കെ നല്ല കോംപ്ലക്ഷനൊക്കെ ഉണ്ടാകാൻ നല്ലതാണ്. ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.